സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ച മനോഹരൻ പിള്ള 14 വർഷങ്ങൾക്ക് മുൻപാണ് ചെങ്ങന്നൂരിന് സമീപം വെൺമണിയിൽ ഗ്രീഷ്മ പൗൾട്രി ഫാം ആരംഭിക്കുന്നത്. ഞാൻ 25 വർഷക്കാലം ആർമി സേവനം അനുഷ്ഠിച്ച് 2000-ൽ കാലിന് വെടിയേറ്റതിനുമായിട്ട് ബന്ധപ്പെട്ട് സർവീസിൽ നിന്ന് വിരമിച്ച് നാട്ടിൽ കോരിയുണ്ടായി. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിൽ നിന്ന് 3 ദിവസത്തെ ട്രെയിനിങ് എടുത്തതിന് ശേഷം ഞാൻ ആദ്യം 50 കോഴിയെ വാങ്ങി വളർത്തി. ആ സംരംഭം 50ആയി, 100ആയി, 200ആയി, 500ആയി, ഇപ്പോൾ 15,000, 20,000 കോഴി വരെ വളർത്തത്തക്ക രീതിയിലോട്ട് ഞാൻ എത്തി. 50 കോഴികളെ വളർത്തി ആരംഭിച്ച ഈ സംരംഭം ഇപ്പോൾ വർഷത്തിൽ 1 ലക്ഷത്തിൽ കൂടുതൽ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി വിതരണം ചെയ്യുന്ന മികച്ച ഫാമായി വളർന്നിരിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന ഈ എഗർ നഴ്സറിയിൽ നിന്നും സർക്കാരിന്റെ വിവിധ പദ്ധതികളിലേക്കുള്ള കോഴികളെ വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ കർഷകർക്ക് നേരിട്ടും കോഴികളെ വിതരണം ചെയ്യുന്നു. BV380, ഗ്രാമപ്രിയ, ഗ്രാമലക്ഷ്മി ഇനങ്ങളിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഇവിടെ വളർത്തുന്നത്. ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകി 45 ദിവസം വളർത്തിയാണ് ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നത്. ഒരു ദിവസം പ്രായമായ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട കോഴികളെ സെൻട്രൽ ഹാച്ചറിയിൽ നിന്ന് എടുത്തിട്ട് വാക്സിനേഷന് വേണ്ടൊരു ലസോട്ട, IBD, RTD തുടങ്ങി 4-5 വാക്സിനേഷൻ അത് നമ്മുടെ വെറ്റിനറി ഡോക്ടറിൻ്റെ മേൽനോട്ടത്തിലൊക്കെയാണ് മിക്കപ്പോഴും ചെയ്യാറുള്ളത്. ചെയ്തിട്ട് അവരുടെ അനുമതിയോടുകൂടി മൃഗസംരക്ഷണം അത് ഡോക്ടർ പറയുന്ന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലുള്ള ആ രീതിയിൽ ഇതിനെ നമ്മൾ വിതരണം ചെയ്യുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പം ഒരു ദിവസം മുതൽ 45 ദിവസം വരെ വളർത്തിയിട്ടാണ് നമ്മൾ അതിനെ കൊടുക്കുന്നത്. വാക്സിനേഷൻ കുത്തിവയ്പ്പുകളെല്ലാം കഴിഞ്ഞ ശേഷം 45 ദിവസം കഴിഞ്ഞ കഴിഞ്ഞാൽ അത് പറയുന്ന സ്ഥലത്ത് നമ്മൾ കൊണ്ടെത്തിച്ച് കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. പഞ്ചായത്തുകൾ മുഖേനയും അതുകൂടാതെ നേരിട്ട് കർഷകർ 5-10 ഒക്കെ ആയിട്ട് വന്ന് ഫാമിൽ വന്ന് നോക്കിക്കണ്ട് വാങ്ങിച്ചുകൊണ്ട് പോയി വളർത്താറുമുണ്ട്. 2 രീതിയിലും ചെയ്യാറുണ്ട്. ഇതൊരു നല്ല സംരംഭമാണ്. കാരണം ഇതൊരു സാധാരണ വീട്ടമ്മമാർക്കും മറ്റുള്ളവർക്കൊക്കെ ഒരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കൂടുതലായിട്ട് ശ്രദ്ധ പതിപ്പിക്കുകയും ഇത് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോഴി വളർത്തൽ കൂടാതെ മറ്റു കൃഷികളും ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. ഒരു 100 കോഴിയെ വളർത്തുന്ന ഒരാളിന് 1 ഏക്കർ സ്ഥലത്തെ കൃഷി നല്ല രീതിയിൽ രാസവളമില്ലാതെ തന്നെ മുന്നോട്ട് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന കൃഷികളൊന്നും ഞാൻ രാസവളത്തിൽ ചെയ്യുന്നതേ അല്ല. ഇതെല്ലാം ഇതിൻ്റെ വളം ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നതാണ്. ഏതൊരു മനുഷ്യർക്കും നമ്മൾ ഈ രാസവളത്തിൻ്റെ പുറകിന് പോകാതെ ഇതിന് യാതൊരു സൈഡ് ദോഷങ്ങളൊന്നും ഉള്ളതല്ല. ഈ വളം കൊണ്ട് തന്നെ നമ്മുടെ അത്യാവശ്യം വീട്ടു ചെലവും നടക്കും. ഈ മുട്ട കൊണ്ടൊക്കെ ഇതിൻ്റെ വളം നമുക്കൊരു കൃഷിക്ക് വളരെ നല്ലതാണ്. മികച്ച സമ്മിശ്ര കർഷകനുള്ള പുരസ്കാരവും മറ്റ് സർക്കാർ സഹായങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മനോഹരൻ പിള്ളയുടെ സംരംഭം കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ എന്നും ഈ മേഖലയിലേക്ക് കടന്നുവരുന്നവർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്നും നമുക്ക് ആശംസിക്കാം.